4 കേരളം കാത്തിരിക്കുന്ന ആ ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വോട്ടെണ്ണം കൂട്ടിയും കുറച്ചും മുന്നണികൾ കാത്തിരിപ്പിലാണ്. എക്സിറ്റ് പോളുകളടക്കം വിവിധ പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ എന്തെന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തി നടത്തിയ പോരാട്ടത്തിൽ തുടർ ഭരണം ഉറപ്പെന്ന പ്രതീക്ഷയിലാണ് LDF. 90 സീറ്റ് വരെ ഉറപ്പെന്നാണ് വിലയിരുത്തൽ. 10 വർഷത്തെ ഇടതുഭരണത്തിന് അവസാനം കാണുമെന്ന് UDF ക്യാമ്പിന് ഉറപ്പുണ്ട്. 80 മുതൽ 90 സീറ്റുകൾ വരെ നേടാനാകുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. ഒരു പടി കൂടി കടന്ന് ശക്തമായ തരംഗമുണ്ടെങ്കിൽ 100 സീറ്റ് വരെ കിട്ടുമെന്നും UDF കണക്കുകൂട്ടുന്നു. നിയമസഭയിൽ ഇക്കുറി വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് അവർക്ക് ഏറ്റവും അധികം പ്രതീക്ഷ. ശക്തമായ മത്സരം നടന്ന പാലക്കാട് അവസാന ലാപ്പിൽ UDF മുന്നിൽ കയറിയെന്ന ആശങ്ക BJPക്ക് ചെറുതായെങ്കിലുമുണ്ട്. നിരവധി വാദപ്രതിവാദങ്ങളും വാക്പോരുകളും നിറഞ്ഞതായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലം. എന്തെല്ലാമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണ്ടതും കേട്ടതും? വിശദമായി അറിയാം. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന CPM-ഉം BJP-യും കൈകോർത്തുവെന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കേട്ട ഏറ്റവും വലിയ വിവാദവും ആരോപണവും. ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കൂടി ഏറ്റെടുത്തതോടെ പ്രതിരോധിക്കാൻ CPM വല്ലാതെ പാടുപെട്ടു. എന്നാൽ വിവാദത്തെ അവഗണിക്കുക എന്ന സമീപനമാണ് BJP സ്വീകരിച്ചത്. പാലക്കാട്ട് BJP സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഈ ഡീലിന്റെ ഭാഗമായാണെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാന്നി, കോന്നി, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലും CPM BJP അന്തർധാരയുണ്ടെന്ന ഗുരുതര ആരോപണമുയർത്തി. റാന്നിയിൽ 2020-ക്കും കോന്നിയിൽ BDJS-നും സീറ്റ് കൊടുത്തതിലും ആരോപണമുയർന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കേരളത്തിലെ പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കാതിരുന്നത് LDF-ന് നോവാതിരിക്കാനാണെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഇതോടെ ഡീല് കത്തിക്കയറി. CPM-നെ ഇത്തവണ വല്ലാതെ വെട്ടിലാക്കിയത് വിമത സ്വരങ്ങളാണ്. UDF പിന്തുണയോടെയുള്ള G. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴ മണ്ഡലത്തിലും പുറത്തും വലിയ വിഷയമായി. ഇത് കേരളത്തിലെങ്ങും പാർട്ടി നേതൃത്വത്തിന് വിശദീകരിക്കേണ്ടി വന്നു. പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പാർട്ടി വിട്ട് UDF പിന്തുണയോടെ മത്സരിക്കാൻ മുന്നോട്ട് വന്നത് CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞ തളിപ്പറമ്പ് സീറ്റിൽ ഭാര്യ PK ശ്യാമളയെ പരിഗണിച്ചതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും അത് മുന്നോട്ട് പോയില്ലെന്നത് CPM വൻ വിവാദമാക്കി. KPCC ഫണ്ട് പിരിവ് നടത്തിയത് സുതാര്യമല്ലെന്ന പ്രചാരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ അഴിച്ചുവിട്ടു. ഫെബ്രുവരി 26-നാണ് മേപ്പാടി കുന്നമ്പറ്റിയിലെ ഭൂമിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് വീടുകൾക്ക് തറക്കല്ലിട്ടത്. ഒരാഴ്ചക്കകം നിർമ്മാണം തുടങ്ങുമെന്നും 6 മാസത്തിനകം 100 വീടുകൾ പൂർത്തിയാക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം. പക്ഷേ നിലമൊരുക്കുകയും നിർമ്മാണ മേഖല വേലി കെട്ടി മറയ്ക്കുകയും ചെയ്തതല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ഇവിടെ നടന്നില്ല. അതേസമയം സർക്കാർ നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട ഉദ്ഘാടന ചടങ്ങിൽ 178 കുടുംബങ്ങൾക്ക് വീട് കൈമാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച് 1 മാസം കഴിഞ്ഞിട്ടും വീടുകൾ താമസയോഗ്യമായില്ലെന്നാരോപിച്ച് UDF-ഉം രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗ് വീടുകളുടെ കാര്യത്തിൽ ആദ്യ ഗോളടിച്ചു. ലീഗിന്റെ 51 വീടുകൾ താമസക്കാർക്ക് കൈമാറി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഇറങ്ങിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമായതുപോലെ പേരാമ്പ്ര മണ്ഡലത്തിൽ അനൗൺസ്മെന്റ് വിവാദമുണ്ടായി. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്നുയർന്ന അനൗൺസ്മെന്റ്. ഒരു സമുദായത്തെ അവഹേളിക്കുന്നതാണ് അനൗൺസ്മെന്റ് എന്ന വാദം ശക്തമായിരുന്നു. പ്രചാരണം അവസാനത്തോടടുത്തപ്പോഴാണ് തൃശൂർ ജില്ലയിലെ മണലൂർ, തൃശൂർ മണ്ഡലങ്ങളിൽ BJPക്കെതിരെ കിറ്റ് വിവാദമുയർന്നത്. തൃശൂർ ഒളരിയിലുള്ള ഉന്നതിയിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് തയ്യാറാക്കിയതായി ആരോപണം വന്നു. പിന്നാലെ മണലൂരിലെ വാടാണപ്പള്ളിയിൽ കിറ്റ് തയ്യാറാക്കിയ ഗോഡൌൺ UDF പ്രവർത്തകർ ഉപരോധിക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്നാണ് പാലക്കാട് BJPക്ക് തലവേദനയായി വോട്ടിന് പണം ആരോപണമുണ്ടായത്. ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യാൻ ഒരു വയോധികയ്ക്ക് പണം നൽകിയെന്നായിരുന്നു ആരോപണം. G. സുധാകരൻ UDF പിന്തുണയോടെ മത്സരിക്കാനിറങ്ങിയത് രാഷ്ട്രീയ ചെറ്റത്തരമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം വൻ വിവാദമായി.
പ്രചാരണ യോഗത്തിൽ ഒരു ചോദ്യം എന്ന് പറഞ്ഞയാളോട് വീട്ടിൽ പോയി ചോദിക്കുകയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചതും ചർച്ചയ്ക്ക് തിരികൊളുത്തി. ഗുരുവായൂരിൽ 50 വർഷമായിട്ടും എന്തുകൊണ്ട് ഹിന്ദു MLA ഇല്ല എന്ന് ചോദിച്ച BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഇരു മുന്നണികളുടെയും പ്രചാരണായുധമായി. കായംകുളത്തെ ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ UDF നേതാവ് നടത്തിയ അധിക്ഷേപവും ചർച്ചയായി. മെസ്സി വരുമെന്ന് പറഞ്ഞ് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ കേരളത്തെ പറ്റിച്ചെന്ന പ്രചാരണം ചൂടുപിടിപ്പിച്ചതും പ്രചാരണ വിഷയമായി. വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തത് ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രസ്താവനകളായിരുന്നു. ബേപ്പൂരിൽ തോറ്റാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കാൻ താൻ തയ്യാറാണെന്നും അതിന് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിന് പറ്റുമോ എന്നും അൻവർ വെല്ലുവിളിച്ചു. നേമത്ത് LDF പിന്തുണ ആവശ്യപ്പെട്ടെന്ന് SDPI വെളിപ്പെടുത്തിയതും പൊള്ളുന്ന വിഷയമായിരുന്നു. ഇങ്ങോട്ട് പ്രഖ്യാപിച്ച പിന്തുണ വേണ്ടെന്ന് പറയാത്തതിനപ്പുറം ഒരു ബന്ധവും SDPIയുമായില്ലെന്ന് മുഖ്യമന്ത്രിക്കടക്കം വിശദീകരിക്കേണ്ടി വന്നു. SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് ചോദിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ടെന്ന് ആദ്യം പ്രതിപക്ഷ നേതാവ് പറയട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. വിവാദമായ FCRA ഭേദഗതി ബില്ലിനെതിരെ എല്ലാ സഭകളും രംഗത്ത് വന്നതോടെ BJP പ്രതിരോധത്തിലായി. UDFും LDFും ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ വിജയിക്കാൻ അനിവാര്യമായ ന്യൂനപക്ഷ പിന്തുണ നേടാനുള്ള BJPയുടെ പരിശ്രമങ്ങളെയാണ് കേന്ദ്ര നീക്കം പ്രതിസന്ധിയിലാക്കിയത്. ഇത് UDFന് സഹായകരമാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. ബില്ലുമായി ബന്ധപ്പെട്ട് ബിഷപ്പുമാർക്കെതിരെ പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി PC ജോർജിന്റെ പ്രതികരണം മലയോര മേഖലയിൽ വൻ വിവാദമായി. തിരഞ്ഞെടുപ്പിൽ ജയമുറപ്പെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കേരളം ഏറ്റവും കൂടുതൽ കണ്ടതും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചകളായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് അത്തരം ചർച്ചകൾ നടക്കുന്നതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് അമർഷമുണ്ടെങ്കിലും പോഡ്കാസ്റ്റ് മുതൽ ഡോക്യുമെന്ററി വരെ നീളുന്ന പ്രതിച്ഛായ മിനുക്കൽ നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ച് സജീവമായി തുടരുകയാണ്. ചർച്ചകളും വിവാദങ്ങളും ഏറെയാണ്. എക്സിറ്റ് പോളുകളിൽ 75 മുതൽ 90 സീറ്റ് വരെ നേടി UDF അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. LDFന് 50 മുതൽ 65 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. NDA 3 സീറ്റ് വരെ നേടിയേക്കാമെന്നാണ് പ്രവചനം. കാത്തിരിപ്പിനൊടുവിൽ ചിരി ആരുടേതെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി.